അപ്പോൾ ഇന്നലത്തെ ഡാൻസും പൊളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു അടിപൊളി ഇവന്റ് ഒക്കെ ആയിരുന്നു. പവനായി ശവമായോ. അപ്പം എനിക്ക് ഇന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ നമ്മള് എല്ലാ മാസവും എല്ലാ മാസവും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കാറൊന്നുമില്ല. അങ്ങനെ 5-6 മാസത്തെ ശേഷം, കാലയളവിന് ശേഷം അവസാനം എല്ലാരെയും ഒത്തുപിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു സംഭവം ചെയ്യാറുണ്ട് എല്ലാ മാസവും. ഇതൊക്കെ ആയിരുന്നു പ്ലാൻ കേട്ടോ. എല്ലാ മാസവും ഒരു ഹിഡൻ ജെം, അതായത് അവിടെ വലിയ പോഷ് സ്ഥലമായിരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അവിടുത്തെ ഒരു ഫുഡ് സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഹിഡൻ ജെമ്മിൽ അത് ഓരോരുത്തരെ കണ്ടുപിടിച്ചിട്ട് ഓരോ മാസം ഒരാളുടെ ടേൺ, അങ്ങനെയാണ് സംഭവം. അപ്പം ഇത് ഹിഡൻ ജെം, അപ്പം അവിടുത്തെ ഫുഡ് സ്പെഷ്യൽ ആയിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ കഫേ. ഇതാണ്. അപ്പൊ ഈ 2 കാറ്റഗറി പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഒരാൾ ചൂസ് ചെയ്യുക, അന്നത്തെ ചെലവ് ആളുടെ ആയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഹതഭാഗ്യ ഇന്ന് ഞാനാണ്. ഫ്രണ്ട്സ് ഇന്ന്. അപ്പൊ ഇന്ന് ഞാനൊരു ഇൻസ്റ്റാഗ്രാമബിൾ കഫേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബട്ട് ഹൈലൈറ്റ് ഒന്നും ഉണ്ട്, അത് എന്റർടൈനറിലുണ്ട്. അപ്പൊ ബൈ 1 ഗെറ്റ് 1 ഫ്രീ അടക്കി. അപ്പൊ അത് ഇപ്പൊ ഇന്ന് അങ്ങോട്ടാണ് പോണത്. അപ്പൊ അവർക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ എത്തണ വരെ നമ്മള് പറയില്ല എങ്ങോട്ടാണ് പോണേ. ഈ ലൊക്കേഷൻ എത്തണ വരെ നമ്മള് ലൊക്കേഷൻ, വണ്ടി ഓടിക്കുന്ന ആളുടെ ഫോൺ എടുത്ത് ലൊക്കേഷൻ ടൈപ്പ് ചെയ്യും, മാപ്പ് സെറ്റാക്കി വെക്കും. അപ്പൊ ഈ എത്തണ വരെ ഇത് എവിടെയാണ് നമ്മൾ പോണേന്ന് ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അവിടെ എത്തുമ്പോഴാണ് സർപ്രൈസ് എലമെന്റ് പോലെ. അപ്പൊ അതാണ് സംഭവം. ഞാൻ ഇന്ന് ചൂസ് ചെയ്തേക്കുന്ന ലെമൺ ഗാർഡൻ കഫേ എന്ന് പറഞ്ഞിട്ടൊരു, അത് ബേസിക്കലി ഒരു ഇൻസ്റ്റാഗ്രാമബിൾ വൈബുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര നല്ലൊരു, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നല്ലൊരു പച്ചപ്പും കുറെ ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഫുഡിന്റെ കാര്യമൊന്നും എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് പോണതാണ്. അപ്പൊ ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങളാണ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വരാനാണ് എല്ലാത്തിൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. നോക്കാം അവരെ കളർഫുൾ ഡ്രസ്സൊക്കെ എങ്ങനെയാണെന്ന്. അതാണ് സംഭവം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഈ പ്രഷറും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഓരോരോ ചെറിയ സംഭവങ്ങളാണ് ഇതൊക്കെ. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സമാധാനായിട്ട് കിടന്നുറങ്ങാൻ കുറച്ച് അജയ് ഒന്നുകൂടെ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ സൻകാക്കുന്ന എന്റെ വക കുറച്ച് സമാധാനം കിട്ടും. അപ്പൊ ഓക്കെ ഗൈസ്, see you at ലെമൺ ഗാർഡൻ കഫേ. ഓക്കെ, ഫസ്റ്റ് സ്റ്റോപ്പ് തൂന്റെ വീടാണ്. ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യും. തുളസിയാണ് നമ്മുടെ ഡ്രൈവർ, പുതിയ ഡ്രൈവറാണ്. ആൾ വണ്ടിയൊക്കെ പിടിച്ച് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അവളുടെ പുതിയ വണ്ടി എടുത്തത് കണ്ടിട്ടില്ല, അതൊക്കെ കാണണം. അതിലാണ് നമ്മൾ ഇന്നത്തെ പോക്ക്. സോ എവിടെ എത്തിയിട്ടുണ്ട്. താങ്ക്സ് മിസ്റ്റർ ഹസ്ബൻഡ് ഫോർ ഡ്രോപ്പിംഗ് മീ. പുതിയ ഡ്രൈവർ, പുതിയ കാറ്, ഒരു രക്ഷയില്ല ഗൈസ്. വൻഷോ എവിടെ? ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടി. തൂന്റെ പുതിയ കാർ അടിപൊളി കാറാണ്. ഫോർഡ്, എന്താണ് ഫോർഡ് ടെറിട്ടറി. അല്ല, വന്നു ഇവിടെ അനങ്ങില്ല, മുടി മോശം. അടുത്ത ആള് വന്നു. മതി, ഞാനും വരണ്ട. എല്ലാടി നിന്റെ പെട്ടി എടുത്തില്ലേ? എന്തോ ഈ സാധനത്തിനൊന്ന് ഇറക്കി വിടുവാരെങ്കിലും. എങ്ങനെ നമ്മൾ അവാർഡ് എത്തിയിരിക്കുന്നു. സുന്ദരി റീംസ്, സുന്ദരി നീലി, വണ്ടി ഓടമ്മ എല്ലാം അടങ്ങാം. നമ്മുടെ അപ്പൊ ഓക്കെ, നമ്മുടെ ഇന്നത്തെ അഡ്വഞ്ചർ ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ എത്തണതിന് മുമ്പ് ഈ തെണ്ടികൾക്ക് മനസ്സിലായി ഏത് സ്ഥലമാണെന്ന്. വട്ടടു
പക്ഷെ എന്തായാലും റീൽസ് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. അതൊന്നും ഓക്കെ, പുതിയ സ്ഥലം തന്നെയാണ്. പിന്നെ റീൽസ് ഏതോ പണ്ടേ ഏതോ കാലത്ത് വന്നാണ്, അപ്പൊ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഓർമ്മയില്ല. ഇതാണ് ഇൻസ്റ്റാഗ്രാമബിൾ കഫേ. ഇതാണ് ഗൈസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമബിൾ കഫേ. കണ്ട, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഹലോ ഗോർജിയസ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ നല്ലൊരു വൈബി പ്ലേസ് ആട്ടോ ഗൈസ്. നോക്കിയേ എന്ത് രസമാണ്, നോക്കാം ഇന്റീരിയേഴ്സ് ഒക്കെ നൈസ്. ഇവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇവിടെ എന്തൊക്കെയോ പോസ്റ്റിറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും എഴുതായില്ലേ? നിങ്ങൾക്ക് എഴുതി വെക്കൂ. ഓ യെസ്. അപ്പം ടൂൾസ് കഥ എഴുതാൻ പോവുകയാണ്. എഴുതും, ഒരു അലക്കും. ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ കയറി അവിടെ ഉണ്ടോ പോകുന്നുണ്ട്. ഊഞ്ഞാൽ കോർണർ നൈസ് അല്ലേ? എല്ലാ സ്ഥലവും നല്ല രസമുണ്ട്. ഇവിടെ ഒരു ലെമൺ ട്രീയും ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ് നൈസ് അല്ലേ? നല്ല രസമുണ്ട്, ഒരു ആംബിയൻസി. അവിടെ നോക്കൂ, ഹെലോ ഗോർജിയസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കാണാം. സ്വന്തം വീഡിയോ കാണുക, ചിരിക്കുക. ഇങ്ങനത്തെ കുറേ ഭ്രാന്തികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഓരോ ഭ്രാന്തത്തിനും കാണിക്കുന്നു, എന്നിട്ട് അത് തന്നെ നോക്കി ഇരുന്ന് ചിരിക്കുക. അത്യാവശ്യം അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ആ കാണുന്നതാണ് ഖത്തറിലെ വെസ്റ്റ് ബേ. ഉണ്ടോ? ഇവിടെയാണ് ഇങ്ങനെ കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഖത്തറിലെ മെയിൻ സ്ഥലം, വെസ്റ്റ് ബേ എന്ന് പറയുന്നത്. വ്യൂ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഔട്ടിങ്ങിന്റെ മെയിൻ അജണ്ടയാണ് നിങ്ങൾ ഈ ബാഗിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, റീൽസ് എടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മെയിൻ അജണ്ട, മെയിൻ ഹോബി. അടിപൊളി ഫ്രെയിം ഗൈസ്. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫുഡ് വന്നിട്ടുണ്ട്. എന്താണ് ഡൈനമിക് ഷ്രിംസും നാച്ചോസും പിന്നെ ജ്യൂസ്. എന്നിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. നീലി നൈസാ. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ബർഗർ ഉണ്ട്, പീസ ഉണ്ട്. പാസ്ത പറഞ്ഞത് മാറ്റാൻ പറഞ്ഞു, ബിക്കോസ് നമ്മൾ പെനയാണ് പറഞ്ഞത്, അവര് ഫെറ്റുച്ചീനിയാന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അത് മാറ്റാൻ നമ്മൾ പറഞ്ഞു വിട്ടു. പറ്റിച്ച് നമ്മളോടാ. അതെ, സോ അതല്ലേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എൻ്റെ 3 മങ്കീസിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവരെയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന്. സോ ഫസ്റ്റ് ദീപ്സ്. സഞ്ജുയുടെ ദീപ്സ്. തുൾസ്. ഞാൻ ഇവിടെ വന്നിട്ട് 2 years ആയി. 1 year ആയി. നീ 6 മാസം അന്നേ ഉള്ളൂ. ഒരു വയസ്സായി ബാംഗ്ലൂരിൽ പഠിക്കണമെന്നേ ഉള്ളൂ. കുട്ടി ബാംഗ്ലൂർ പഠിക്കുന്നു. ഞാൻ NOC-ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ യുദ്ധം ചൈനീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക് ബസ്സിൽ HR. നമ്മൾ ഇന്ന് ഇവിടെ ഹിഡൻ ജെമ്മിനാണ് വന്നത് അല്ലെ സഞ്ജു? അതൊക്കെ ഇൻട്രോ നീ കൊടുക്കുക. ഈ ഹിഡൻ ജെം എങ്ങനെയാ തുടങ്ങിയത് അതും പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ദീപ്സിന്റെ ഒരു ഐഡിയ ആയിരുന്നു, സ്വന്തം ദീപ്സിന്റെ ഐഡിയ ആണ്. അടിപൊളി ഐഡിയ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇതുപോലത്തെ വല്ല ഐഡിയ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ യൂസ് ചെയ്യാം. ദീപ്സിനെ കോണ്ടാക്ട് ചെയ്തു. യെസ്, ദീപ്സിന്റെ സ്വന്തം കമ്പനിയാണ്. അവൾ അവിടുത്തെ വലിയ ബോസാണ്. ഓക്കെ, എല്ലാ കുറെ നമ്മൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണെങ്കിലും ക്യാമറ കണ്ട രക്ഷയില്ല. അപ്പൊ അതാണ്. മുമ്പ് ഫുഡ് റിവ്യൂ എത്ര കൊടുക്കും? ഓക്കെ ഇഷ്ടം അല്ലേ? അല്ല വലിയ സംഭവം എന്ന് പറയാനില്ല. ആംബിയൻസ് ആണെങ്കിൽ ഗുഡ്. യെസ്, നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. യെസ്, പക്ഷേ ഫുഡ് 10/10. പക്ഷെ ഫുഡ് വാവ് ഫാക്ടർ ഒന്നും പറയാനില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു നല്ല ഡേ ആയിരുന്നു. ആംബിയൻസ് വൈസ് അതൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഫുഡ് വൈസ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. ഒരു
10-ലൊരു 5 ഒക്കെ റേറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മുടെ യൂഷ്വൽ റീൽസ് ബിഹൈൻഡ് ദ സീൻസാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അങ്ങനെ കുറേ ഫോട്ടോ, സെൽഫി, റീൽസൊക്കെ, പിന്നെ അതിൻ്റെ കൂടെ കുറേ നല്ല മെമ്മറീസൊക്കെ ഉള്ളൊരു അടിപൊളി ഡേ അതായിരുന്നു ഇത്.